ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം 6 മണിയായിട്ടുള്ളൂ, രാവിലെ 6 മണിയായിട്ടുള്ളൂ. ഇന്നലെ രാത്രി തന്നെ ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ് ഉറങ്ങിപ്പോയി, ഫോണും ചാർജിലിട്ട് ഉറങ്ങിപ്പോയി. ഇപ്പം രാവിലെ ഉറക്കം ഞെട്ടിയിട്ട് പെട്ടെന്ന് എടുക്കുന്നതാണ് വീഡിയോ, കണ്ണെല്ലാം കാണുന്നില്ലേ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞിട്ട് നിർത്തുമെന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ കാത്തുനിന്ന് നമ്മൾ എമ്പുരാൻ റിലീസായിട്ടുള്ളത്. സമയം 6 മണിയായിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം രാവിലെ 6 മണിയാണ്, 27-ാം തീയതി 6 മണി. അപ്പോൾ എക്സൈറ്റ്മെൻറ്റിലുള്ളത് നമ്മൾ ഒരുപാട് ആൾക്കാർ, എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ കാത്തിരുന്ന് പടം റിലീസായിട്ടുള്ളത്. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ ഇവൻ ഇബ്ലീസ് എന്നറിയപ്പെടും, ക്രിസ്ത്യാനികൾക്കിടയിൽ ലൂസിഫർ. ഇത്രയും നാൾ നമുക്കവൻ എമ്പുരാനായിട്ട് അറിയപ്പെട്ടു. നമ്മുടെ മലയാളികൾക്ക് എന്നും സ്വന്തം ലാലേട്ടൻ. അപ്പോൾ ഞാൻ ഒരു മമ്മൂക്ക ആരാധകനാണ്. പക്ഷേങ്കിൽ ലാലേട്ടനെയും അതുപോലെ തന്നെ ഇഷ്ടമാണ്. ഒരു ത്രാസിൽ വെച്ച് പോയി കഴിഞ്ഞാൽ മമ്മൂക്ക ആരാധന ഒരു പൊടിക്ക് താഴെ നിൽക്കും, അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ ഈ അടുത്ത കാലത്ത് സിനിമേനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ പിന്നെ ഇവർ രണ്ടുപേരും നമ്മുടെ മലയാളത്തിൻ്റെ വികാരമാണ്. മമ്മൂക്കയായാലും ലാലേട്ടനായാലും നമ്മൾ ഒരു ബുദ്ധി വെച്ച കാലം മുതൽ നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നെ ആ ഫാൻസ് ഫൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ ചില സിനിമകൾ ഇറങ്ങുമ്പോൾ. പക്ഷേങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഞാനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയധികം കാത്തിരുന്നിട്ടില്ല. ഇത്ര എക്സൈറ്റ്മെൻറ്റിൽ ഒരു റിലീസിങ് ഡേറ്റ് ഇങ്ങനെ രാവിലെ എണീക്കലോ ഇങ്ങനെയൊന്നും ഇത്രയും കാലത്തിനിടയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു ഇപ്പോൾ വീഡിയോ ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഞങ്ങൾക്ക് കടന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ടായിട്ടില്ല. എങ്ങനെയോ ഉറങ്ങിപ്പോയതാണ്. ഇതിൻ്റെ കാര്യം തന്നെയുണ്ട്. രാത്രിയെല്ലാം ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ത്രില്ലിലുണ്ടായത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്നും നിങ്ങൾ കാണണം, എനിക്ക് അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവളെ ഇൻ്റർവ്യൂവിൽ എത്ര ഇൻ്റർവ്യൂകൾ രാജേട്ടനും ലാലേട്ടനും എത്ര ഇൻ്റർവ്യൂകൾ കൊടുത്തുന്നത് ഈ സിനിമേൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിലെല്ലാം തലകുത്തി നിന്നിട്ടും പല ആങ്കർമാരും ചോദിച്ചിട്ട് കൊടുക്കാത്ത ഉത്തരം എല്ലാം നമ്മൾ ടാക്കീസിൽ റിവീലായിട്ടുള്ളത്. അപ്പോൾ തമ്പനയിൽ കൊടുത്ത പോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എൻ്റെയും നിങ്ങളെയും ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം, ആരാണ് വില്ലൻ? പുറംതിരിഞ്ഞ് നിൽക്കുന്ന വില്ലൻ ആര്? മമ്മൂക്ക ഈ സിനിമയിലുണ്ടോ? ഫഹദ് ഫാസിലാണോ വില്ലൻ? അതുപോലെ തന്നെ അമീർ ഖാനാണോ വില്ലൻ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെയും നിങ്ങളെയും മനസ്സിൽ ഒരുപോലെ ഉണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ടാക്കീസിൽ റിവീലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് 4 മണിക്കാണ്, ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ്. എനിക്ക് ദയവ് ചെയ്ത് പറയാനുള്ളത്, റിവ്യൂ ഇടുന്നവരോടായാലും നമ്മളെ ചങ്ങായിമാരോടായാലും എല്ലാവരോടായാലും, നിങ്ങൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. പല ആൾക്കാരും അഹങ്കാരത്തോടെ എനിക്ക് രാവിലെ തന്നെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ കിട്ടിയവരുണ്ടാവും, ഉച്ചയ്ക്ക് കിട്ടിയവരുണ്ടാവും, ഇവരെല്ലാം ഉണ്ടാവും. എനിക്ക് 4 മണിക്കാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സിനിമ കണ്ടു വന്നിട്ട് നിങ്ങൾ അതിൻ്റെ രസം, ഇന്ന ആളാണ് വില്ലൻ, ഇയാളുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് വീഡിയോ ഇടരുത്. ദയവ് ചെയ്തിട്ട് ഒരു സിനിമ ആസ്വാദകൻ അല്ലെങ്കിൽ ഒരു ലാലേട്ടൻ ആരാധകൻ അല്ലെങ്കിൽ ഒരു മമ്മൂക്ക ആരാധകൻ എന്നുള്ള രീതിയിൽ ഒരു അപേക്ഷയാണ്. നിങ്ങൾ ആരും തന്നെ ദയവ് ചെയ്തിട്ട് ഇതൊന്നും റിവീൽ ചെയ്യരുത്. നമ്മളെല്ലാവരും ടാക്കീസ് പോയിട്ട് കണ്ടോളാം. അപ്പോൾ റിവ്യൂ ഇട്ടിട്ട് നിങ്ങൾ ഇന്നയാളുണ്ട് എന്ന് പറയുമോ? നിങ്ങൾ ആരും തന്നെ ചങ്ങായിമാരൊന്നും വന്നിട്ട് ഗ്രൂപ്പിലൊന്നും ഇടാണ്ടിരിക്കുക, വീഡിയോ ക്ലിപ്പുകൾ ഷെയർ ചെയ്യാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇത്രയും നമ്മുടെ മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ സിനിമ എന്ന് തന്നെ പറയാം, രാജുവേട്ടൻ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ സിനിമ അതുപോലെ തന്നെ നമ്മൾ ആ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ ഓരോരാളും പോയിട്ട് ടിക്കറ്റ് കിട്ടുന്നതിന് നിങ്ങൾ ആദ്യം കിട്ടിയവർ പോയിട്ട് വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടോ അത് ഇല്ലാണ്ടാക്കരുതെന്നാണ് പറയാനുള്ളത്. എനിക്ക് 4 മണിക്കാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പറയാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബൈ.